പൊന്നുമോളെ, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കണം പൊന്നുമോള്. നിന്നെ തെറ്റിലേക്ക് വിളിക്കുന്നവര് നല്ലത് പറഞ്ഞിട്ടവനെ ദീനിന്റെ വഴിയിലേക്ക് പറഞ്ഞു വിടുന്നവളാണ് പെണ്ണ്. റബ്ബേ, ബസറ പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്റെ ജോലിയെന്നറിയുമോ? വൈകുന്നേര സമയമായി കഴിഞ്ഞ നല്ല വസ്ത്രവും ധരിച്ച് സുഗന്ധവും അടിച്ചിട്ട് ഇറങ്ങുകയാണ്. വഴിയിലൂടെ നടക്കുകയാണ്. സുന്ദരിയായ പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാ. റബ്ബേ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. ആരൊക്കെ നോക്കിയിട്ടും ആ പെണ്ണിനെ പിഴപ്പിക്കാൻ കഴിഞ്ഞില്ലോ. അവസാനം ഈ ചെറുപ്പക്കാരൻ ആ സുന്ദരിയായ പെണ്ണിന്റെ പുറകെ നടന്നു പോവുകയാ. അല്ലാഹുവേ, ശരീരം മുഴുവനും മറച്ചിട്ട് നടന്നു പോകുന്ന പെണ്ണ്. ചെറുപ്പക്കാരൻ പുറകെ നടക്കുകയാണ്. കുറെ അങ്ങ് നടന്നു കഴിഞ്ഞപ്പോ ആ പെണ്ണ് തിരിച്ചു നിന്നിട്ട് ചോദിച്ചു, ചെറുപ്പക്കാരോ, എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? നടന്നിട്ട് നിനക്കൊരു പ്രയോജനവുമില്ലോ. പടച്ചവരെ, പിന്നെയും മുന്നോട്ട് നടക്കുകയാ. അവസാനം ആ ചെറുപ്പക്കാരൻ വിടില്ല എന്ന് മനസ്സിലായപ്പോ അല്ലാഹുവിനെ പേടിയുള്ള ശരീരം മുഴുവനും മറച്ച പെണ്ണ് ചോദിക്കുന്നു, ചെറുപ്പക്കാരോ, മരിക്കണമെന്നുള്ള ഓർമ്മ നിനക്കില്ലേടാ? മരിക്കണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കില്ലേ? എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? എന്റെ ശരീരം മുഴുവനും മറച്ചിരിക്കുകയാണല്ലോ. പിന്നെ എന്ത് കണ്ടിട്ടാ നീ വരുന്നതെന്ന് ചോദിക്കുമ്പോ ചെറുപ്പക്കാരൻ പറയുന്നു, പെണ്ണ്, നിന്റെ രണ്ട് കണ്ണുണ്ടല്ലോ, കാണാനും തടകാ പെണ്ണ്. നിന്റെ കണ്ണ് കണ്ടിട്ടാണ് ഞാൻ പുറകെ വന്നത്. നിന്റെ കണ്ണിന് എത്ര സൗന്ദര്യമാണെങ്കിൽ നിന്റെ ശരീരത്തിന് എത്ര സൗന്ദര്യമായിരിക്കും പെണ്ണ്. നിന്റെ കണ്ണെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അല്ലാഹുവേ, ചെറുപ്പക്കാരൻ പറയേണ്ട താമസമാ പെണ്ണങ്ങ് പതറുകയാ. അവിടെന്ന് പറഞ്ഞ്, ഇവിടെയും ഇരിക്കുവോ? എന്റെ കണ്ണ് കണ്ടിട്ടല്ലേ നിങ്ങൾ എന്റെ പുറകെ വന്നത്? ഇവിടെയും ഇരിക്കുവോ? നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം കൊടുത്തു വിടാ. പഠിച്ചവരെ, ചെറുപ്പക്കാരനെ പിടിച്ചിരുത്തിയിട്ട് ആ സുന്ദരിയായ പെണ്ണ് വീട്ടിലേക്ക് ഓടുകയാണ്. വീടിന്റെ അകത്ത് പോയി കിടന്ന് വിളിച്ചു കൂവുകയാണ്. കിടന്ന് പൊട്ടിക്കരയുന്നു, റബ്ബേ, ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു പോയല്ലോ. അല്ലോ, എന്റെ കണ്ണാണല്ലോ അതിന് കാരണം. എന്റെ കണ്ണ് കണ്ടിട്ടാണല്ലോ ഈ ചെറുപ്പക്കാരൻ വന്നത്. അതുകൊണ്ട് റബ്ബേ, വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ. അവസാനം ചെയ്തെന്നറിയുവോ? പടച്ചവനെ, ഒരു കത്തിയെടുത്തിട്ട് രണ്ട് കണ്ണിന്റെ കൃഷ്ണമണികൾ കുത്തിയെടുക്കുകയാണ്. രണ്ട് കൃഷ്ണമണികളും കുത്തിയെടുത്തിട്ട് ഒരു തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് തന്റെ വീട്ടിലെ പണിക്കാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ കണ്ണാട്. ഈ കണ്ണ് കണ്ടിട്ടൊരു ചെറുപ്പക്കാരൻ എന്റെ പുറകെ വന്നു. ഇന്ന സ്ഥലത്തവൻ ഇരിക്കുന്നുണ്ട്, അവന്റെ കയ്യിൽ കൊണ്ടൊന്ന് കൊടുക്കട്. അല്ലാ, സുന്ദരിയായ പെണ്ണ് കൊടുത്തു വിടുന്ന സമ്മാനവും കാത്ത് അതാ വഴിയോരത്ത് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് ആ പെണ്ണ് കൊണ്ടുപോയി പൊതിയങ്ങ് കൊടുക്കുമ്പോ സന്തോഷത്തോടെ ചെറുപ്പക്കാരൻ തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, രക്തത്തിൽ കുളിച്ചിരിക്കുന്ന രണ്ട് കൃഷ്ണമണികളാ. ആ പെണ്ണ് പറഞ്ഞു, എന്റെ യജമാനത്തിയുടെ കണ്ണാട്. ഇത് കണ്ടിട്ടല്ലേ നിങ്ങൾ പുറകെ വന്നത്? ഇത് കണ്ടിട്ടല്ലേ നിങ്ങൾ പുറകെ വന്നത്? പടച്ചവരെ, കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ ബസ്രയിലെ ചെറുപ്പക്കാരൻ വലിച്ചെറിഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടുകയാണ്. കിടന്നിട്ടുറക്കം വരുന്നില്ലോ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലോ, മനസ്സിന്റെ മുന്നിൽ സമാധാനമില്ല. പടച്ചവരെ, 2 ദിവസം കഴിഞ്ഞു. സമാധാനം കിട്ടാതെ വന്നപ്പോ അവിടുന്ന് ചിന്തിച്ചു, അല്ലാ, ആ പെണ്ണിനോടൊന്ന് പൊരുത്തം ചോദിക്കണമല്ലോ പടച്ചവര്. അവിടുന്ന് പൊരുത്തം ചോദിക്കുന്നതിന് വേണ്ടി അതാ പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ട കാഴ്ച എന്തെന്നറിയുവോ? ആ സുന്ദരിയായ പെണ്ണിന്റെ ജനാസ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാട്. ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാട്. റബ്ബേ, ചെറുപ്പക്കാരന്റെ മനസ്സിൽ തോന്നിയ വാക്കെന്തെന്നറിയുവോ? ആ പെണ്ണ് പറഞ്ഞ ഒരേ ഒരു വാക്ക്, എടാ, മരിക്കണ്ടവനല്ലേ, അല്ലാഹുവിന്റെ മുന്നിൽ പോകണ്ടവനല്ലേ.
അള്ളാന്റെ മുന്നിൽ പോകേണ്ടവനല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരന് ആ പെണ്ണ് പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവിടുന്ന് ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയാ, അവിടുത്തെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയാ. ലോകമറിയുന്ന പണ്ഡിതനായി ആ മനുഷ്യൻ മാറി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലാല്ലാഹിന്റെ മുന്നിലേക്ക് മടങ്ങി പോകേണ്ടവളോ. എവിടെ പോയാലും എത്ര ആസ്വദിച്ചാലും എത്ര സുഖിച്ചാലും ആരും കാണാതെ എന്തൊക്കെ ചെയ്താലും ഒരു ദിവസം നീ മടങ്ങേണ്ടവളാ മോള്. ഒരു ദിവസം മടങ്ങേണ്ടവനാ ചെറുപ്പക്കാരാ. ഒരല്പനേരത്തെ സുഖത്തിന് വേണ്ടി അല്ല നിനക്ക് എന്തെല്ലാം തന്നു പെങ്ങള്, എത്രയോ അനുഗ്രഹങ്ങൾ നിനക്ക് തന്നു. തിന്നിട്ട് എല്ലിന്റെ അകത്ത് കൊഴുപ്പ് കൂടുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾക്ക് വല്ലാത്ത അഹങ്കാരവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അള്ളാനെ പേടിയുള്ളവര് പെണ്ണിനെ പറഞ്ഞു തരോ. സഹാബത്തിന്റെ കാലത്ത് ജീവിച്ചവരല്ലോ, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ചവരല്ലോ, സയ്യിദന്മാരല്ലോ, ഔലിയാക്കന്മാരല്ലോ. നിന്നെ പോലെ വിചാരമുള്ള പച്ചയിറച്ചിയുള്ള 33 വയസ്സുള്ള ഒരു പെണ്ണിന്റെ കഥ നിനക്ക് പറഞ്ഞു തരട്ടെ. ആ പെണ്ണിനെ പോലെയാകണം പൊന്നുമോള്. പഠിച്ചവരെ പാലക്കാട് ജില്ലക്കാരിയാണ്. അല്ലാഹു ആ പെണ്ണിനൊരു പരീക്ഷണം കൊടുത്തു. 2 മക്കളും ഒരു ഭർത്താവുമുണ്ട്. ആ പെണ്ണിന് അല്ലാഹു കൊടുത്ത രോഗം എന്തെന്നറിയോ? തന്റെ ശരീരത്തിൽ വികാരത്തിന്റെ ഹോർമോണുകൾ കൂടുതലാണ് പെണ്ണ്. പഠിച്ചവരെ ശരീരത്തിൽ വികാരത്തിന്റെ ഹോർമോൺ കൂടുതലാണ്. പഠിച്ചവര് വികാരമുണ്ടാകുമ്പോ തന്റെ ശരീരത്തിലെ ഓരോ രോമത്തിലൂടെയും രക്തം ഇങ്ങനെ ഒലിക്കുകയാ. വികാരമുണ്ടാകുന്ന സമയത്ത് തന്റെ ശരീരത്തിലെ രോമങ്ങളിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അവസാനം ബോധം കെട്ട് തളർന്നു വീഴുകയോ, എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ബ്ലഡ് കയറ്റുകയാണ്. അവസാനം ഡോക്ടർമാര് പറഞ്ഞു, ഒരു കാലത്തും നിന്റെ ഭർത്താവിന് നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയില്ല. കാരണം നിന്റെയും നിന്റെ ഭർത്താവിന്റെയും ബ്ലഡ് ഒരേ ബ്ലഡാണ്. നിന്റെയും നിന്റെ ഭർത്താവിന്റെയും രക്തം ഒരേ രക്തമാണ്. അതുകൊണ്ട് നിന്റെ ഈ അസുഖമുള്ളത് കാരണം ഒരിക്കലും നിന്റെ ഭർത്താവിന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കഴിയില്ല. പഠിച്ചവനെ, വികാരമുണ്ടാകുന്ന സമയത്ത് രക്തമൊക്കെ ഒലിച്ചു പോകുന്നു. ബോധം കെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. രക്തം ഇങ്ങനെ കയറ്റുകയാണ്. അവസാനം ഗതിയില്ലാതെ ഡോക്ടർ പറഞ്ഞു, പെണ്ണ്, ഇനി നിനക്ക് ജീവിക്കണമെങ്കിൽ അന്യപുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെടലല്ലാതെ വഴിയില്ല. അന്യ ഒരുത്തനുമായി നിന്റെ ശരീരം പങ്കുവെക്കാതെ നിനക്കിനി ജീവിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറയുമ്പോ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഉസ്താദ്, ഞാനെന്ത് ചെയ്യാനാ ഉസ്താദ്? എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ എന്റെ മക്കളുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് വല്ലാത്ത മോഹമുണ്ട്. ഡോക്ടർ പറയുന്നു, അന്യപുരുഷന്റെ കൂടെ ശാരീരികമായി ബന്ധപ്പെടാതെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ അവസാനം പറഞ്ഞു കൊടുത്തു, പെങ്ങള്, മരിച്ചുപോയാ, രക്തമൊലിച്ചൊലിച്ച് നീയങ്ങ് മരിച്ചുപോയാ അല്ലാഹു നിനക്ക് ഷഹീദിന്റെ കൂലി തരും. അന്യപുരുഷന്റെ മുന്നിൽ ശരീരം പങ്കുവെച്ചാ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദ്, മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അല്ലാഹു എനിക്ക് ഷഹീദിന്റെ കൂലി തരുമല്ലോ. എന്നാലും എന്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ എനിക്ക് വയ്യ. എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊരുത്തനെ കാണോ. എന്റെ സുഖത്തിന് വേണ്ടി ആഖിറം നഷ്ടപ്പെടുത്താൻ ഞാനില്ലോ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്നാ പ്രിയപ്പെട്ട പെങ്ങള് പറയുമ്പോ, പെണ്ണെന്ന് പറഞ്ഞാൽ അവളാ മോള്. ഈമാനുള്ളവളെന്ന് പറഞ്ഞാൽ അതാണ്. അന്യവന്റെ കൂടെ ശാരീരികമായി ബന്ധപ്പെടലല്ലാതെ ഇനി ജീവിക്കാൻ ഒരു വഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ പോലും അവള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നീ എനിക്ക് അല്ലാഹുവിനെ പേടിയോ, എനിക്ക്
നരകത്തെ പേടിയോ? എനിക്ക് റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവളാണല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. അല്ല നിനക്ക് ഇങ്ങനെ ഒരു രോഗം തന്നില്ലല്ലോ, നിന്റെ ആഗ്രഹം സാധിച്ചു തരാ നിനക്കൊരു ഭർത്താവിനെ പടച്ചുറപ്പ് തന്നല്ലോ. എന്നിട്ടും മനസ്സില്ലാതെ അഹങ്കാരിയെ പോലെ റബ്ബിനെ മറന്നോ? പൊന്നുമോളെ, അള്ളാന്റെ മുന്നിൽ പോകേണ്ടവളല്ലേ? ആദം നബിയുടെ മുന്നില്, നൂഹ് നബിയുടെ മുന്നില്, ഇബ്രാഹിം നബിയുടെ മുന്നില്, മൂസാ നബിയുടെ മുന്നില്, യാക്കൂബ് നബിയുടെ മുന്നില്, ദാവൂദ് നബിയുടെ മുന്നില്, സുലൈമാൻ നബിയുടെ മുന്നില്, യൂസുഫ് നബിയുടെ മുന്നില്, യഹിയാ നബിയുടെ മുന്നില്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അവരുടെ ഉമ്മത്തീങ്ങള്, റസൂലുള്ളാഹ്, സഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, പണ്ഡിതന്മാര്, നിന്റെ മാതാപിതാക്കള്, നിന്റെ ഭർത്താവ്, നിന്റെ മക്കള്, നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര്, ഇവരെല്ലാം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ ഒരു വ്യഭിചാരിയെ പോലെ, ഒരു വൃത്തികെട്ടവളെ പോലെ നിനക്ക് റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യമുണ്ടോ പെണ്ണ്? പൊന്നുമോള്, ശഅബാനിന്റെ രാത്രിയോ എല്ലാം പറ്റിപ്പോയി, അല്ലാഹു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എല്ലാ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറ പൊന്നുമോള്. മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നാട് മുഴുവനും ഇങ്ങനെ പറയുകയോ. കൂടെ വ്യഭിചരിച്ച പെണ്ണുണ്ടല്ലോ, മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെയുള്ള രണ്ടാമത്തെ പ്രതിയായ ഈ പെണ്ണിന്റെ ചെവിയിലും ഈ വാർത്ത കേൾക്കുകയാണ്. പടച്ചവരെ, എഴുന്നേറ്റിലോ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് ഈ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ, ഞാനാണ് നബിയേ, രണ്ടാമത്തെ പ്രതി ഞാനാണ് നബിയേ, എന്റെ വയറിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞു മായിസിന്റെ കുഞ്ഞാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണേ നീ ഗർഭിണിയാണല്ലോ, നീ ഗർഭിണിയാണല്ലോ, പോയിട്ട് പ്രസവം കഴിഞ്ഞ് മരാന് പറഞ്ഞു വിടുകയാ. തൗബ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ 9.5 മാസം കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞു. ചോര കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നു. യാ റസൂലല്ലാഹ്, പ്രസവം കഴിഞ്ഞു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പാല് കൊടുക്കാൻ നീയല്ലേ ഉള്ളൂ, നിന്റെ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് വരെ പാല് കൊടുത്തിട്ട് വരാ പറഞ്ഞു വിടുകയാ. കാരണം പ്രസവിച്ച തന്റെ ചോര കുഞ്ഞിനെ കണ്ടാലേ ഉമ്മയുടെയും മനസ്സ് മാറുമല്ലോ. പക്ഷേ ആ പെണ്ണിന്റെ മനസ്സ് മാറിയില്ലോ. തന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കു നബിയേ. അവിടത്തെ ശിക്ഷ ചോദിച്ചു വാങ്ങിയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവത്വേ, വേണ്ടടാ പൊന്നുമോര്, വേണ്ടടാ പൊന്നുമോര്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയോ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ, അതിനോടടുക്കല്ലേ, അതൊരു മോശമായ കാര്യമാണെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെറുപ്പക്കാരനായ അബൂ ഹുറൈറ തങ്ങളോട് പറയുന്നു, അബൂ ഹുറൈറ, ഇത്തഖിൽ മഹാരിമാ തകുൻ നഗ്ബദന്നാസ്, ഹറാമുകളെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് പെങ്ങളെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. മഖാമിന്റെ ഉള്ളിൽ കിടക്കുന്ന മഹദിയെ നിനക്കറിയുമല്ലോ, എത്രയോ ഔലിയാക്കന്മാരെ നിനക്കറിയുമല്ലോ. അവരെ പോലെ നിനക്കാകണോ, അവരെ പോലെ നിനക്കാകണോ. ഹറാമിനെ സൂക്ഷിച്ചോ, നിനക്കതിനെ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു, ഹറാമുകളെ സൂക്ഷിക്ക്. ഹറാമുകളെ രാത്രി കയറിയിരുന്ന് യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ഉപേക്ഷിക്ക്. നന്നാവ്. അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ നീ ഏറ്റവും വലിയ ഒരു ആബിദാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖുർആൻ പറഞ്ഞു വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞു, നിങ്ങൾ അതിനോട് അടുക്കുക പോലും. മോനെ, ഏതെങ്കിലും വലിയാപ്പാടമോ കൊച്ചാപ്പാടമോ മാമാടമോ മാമിയിടമോ ബൈക്കും കൊണ്ട് വരുമ്പോ ചെറുപ്പക്കാരി 18 വയസ്സുകാരി ചാടി കയറി പോവാ. 35-40 മാപ്പുള്ള താത്തമാര്
ഭർത്താവിന്റെ അനിയൻ ഭർത്താവിന്റെ കാക്ക കൂടെ കയറിയിട്ടങ്ങ് പോകാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറാമുകളെ സൂക്ഷിക്ക്. 40 കൊല്ലം അള്ളാന്റെ പള്ളിക്ക് ബാങ്ക് വിളിച്ച മനുഷ്യൻ കാഫിറായിട്ട് മരിച്ചു പോകാനുള്ള കാരണം കള്ളു കുടിച്ചത് കൊണ്ടല്ല വാപ്പ, വ്യഭിചരിച്ചത് കൊണ്ടല്ല, പലിശ തിന്നത് കൊണ്ടല്ല, വൃത്തികേടുകൾ കാണിച്ചത് കൊണ്ടല്ല. ആർക്കാ അറിയാത്തത്? ടി വി കാണല് പാവമാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു ഇൻസാൻ ഈ ലോകത്തുണ്ടോ? പാവമാണ് ഈ സിനിമ കാണല്, സീരിയല് കാണല്, അതിനകത്ത് ഇത് കാണല് തെറ്റാണെന്നറിയാത്ത ഏതെങ്കിലും ഒരു മഹ്ലൂക്ക് ഈ ലോകത്തുണ്ടോ? എന്നിട്ടും ടി വി ഇല്ലാത്ത വീട് വല്ലതും ഉണ്ടോ? ടി വി ഇല്ലാത്ത വീട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ പടച്ചവനെ, അന്യ പെണ്ണ് റോഡിലൂടെ നടന്നു പോകുമ്പോ തനിക്ക് എതിരെ വരുന്ന ഒരു പെണ്ണിന്റെ ശരീരത്തിൽ നോക്കുന്നത് പാവല്ലേ? ഇന്നത്തെ പിന്നെ പെണ്ണുങ്ങൾ പടച്ചവനെ വല്ലാത്ത വസ്ത്രധാരണ. നിങ്ങൾ ചോദിക്കും, ഉസ്താദ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ പെണ്ണുങ്ങളൊക്കെ നടന്നു വരുമ്പോൾ കണ്ടുപോകില്ല, അപ്പൊ അതിനെന്താ വഴി? ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ നടന്നു വരുന്നത് കണ്ട എഴുന്നള്ളത്തിന് വരുന്ന ആന വരണവരാ വരണത്. വല്ലാത്ത വരക്ക പടച്ചവനല്ലേ. നിങ്ങൾ ആലോചിക്കേ, ഇന്നിപ്പോ നല്ല എന്താ പറയാ, ജീൻസിന്റെ പാന്റും ടീഷർട്ടും ഇട്ടുകൊണ്ട് ഒരു പെണ്ണ് റോഡിൽ കൂടെ നടന്നു പോയാൽ ഒരുത്തിനും നോക്കത്തില്ല, കാരണം അതിനകത്ത് രസമില്ല. എന്നാ ഫർദ് ധരിച്ച ഒരു താത്ത നടന്നു വന്നാൽ ഏത് മനുഷ്യനും നോക്കും. കാരണം താത്ത ഇറക്കാൻ പറ്റുന്ന അത്രയും അങ്ങോട്ട് മുറുക്കിയതായിട്ടുണ്ട് വരണത്. കാണണം അല്ലേ? ഉമ്മായും മക്കളും മത്സരമാണ്, ഉമ്മായും മോളും കൂടെ മത്സരമാ. എന്തേ? ആരാണ് ഏറ്റവും കൂടുതൽ പുറത്തു കാണിക്കണത്? ഇന്നത്തെ പെണ്ണുങ്ങൾ. പിന്നെ പെണ്ണുങ്ങളെ കുറിച്ചൊന്നും പറയാൻ പറ്റൂല, പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേസാ. അങ്ങനാണല്ലോ നമ്മുടെ രാജ്യത്ത്. പെണ്ണുങ്ങളുടെ വസ്ത്രധാരണയെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ മക്കൾ തന്നെ പോയി കേസ് കൊടുക്കും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പീഡനങ്ങൾ കൂടുന്നു, കൂടാനുള്ള കാരണം കൂടെ കണ്ടുപിടിക്കുക. പീഡനങ്ങൾ കൂടുന്നു. അള്ളാഹുവേ, 8 വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു. അതിന്റെ ഒരു വശം നമ്മൾ പറയാം, അവരെന്താണ് വർഗീയമാണെന്ന് ചിന്തിക്കാം. പക്ഷെ അതിന് മറ്റൊരു വശമുണ്ടല്ലോ. തൻ്റെ വീട്ടിലെ ഏറ്റവും കാരണവനാണല്ലോ മകനെ വിളിച്ചിട്ട് വാടാ വർണ്ണത്തിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത്. അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തൻ്റെ വീട്ടിലെ ആ പൊന്നുമോളെ കൊന്ന ഏറ്റവും പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനെ വിളിച്ചു വരുത്തിയത് തൻ്റെ വീട്ടിലെ ഒരു കാരണവനാ. എന്ത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തത്? നമ്മുടെ മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾക്കെതിരിൽ ഇത്രയും പീഡനങ്ങൾ വർദ്ധിക്കുന്നത്? പെണ്ണുങ്ങളെ കാണുമ്പോൾ കയറി പിടിക്കാൻ പോകണം. അതിന്റെ കാരണം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല? നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ചുറ്റുപാടുകൾ എത്രയോ മോശമാ. വാപ്പായ്ക്ക് താടിക്ക് നീളങ്ങി മുട്ടുവരെ എത്തി, നിസ്കാര തഴമുണ്ട്, പള്ളിയിലെ സെക്രട്ടറി, പ്രസിഡന്റ്. പൊന്നാര മോളുടെ കോലം കണ്ട നാണം തോന്നാറുണ്ട്. പള്ളിയിലെ പ്രസിഡന്റിന്റെ മോള് തലമറയ്ക്കാതെ ഭാര്യ സാരി ഉടുത്തിയിട്ട് അടിവയറും കാണിച്ചിട്ട് നടന്നു പോകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എവിടെ എത്തിയിരിക്കും നമ്മുടെ കാലഘട്ടം. എന്റെ പെങ്ങളോട്, നീ ബോധം, നീ ചോറ് തിന്നുന്നവളല്ലേ ഉമ്മ? നിന്റെ മോളുടെ ശരീരത്തെ നീ എന്തേ നോക്കാത്തത്? നിന്റെ ഉമ്മ നിനക്ക് അങ്ങനെ ഒരു വസ്ത്രം വാങ്ങി തന്നിട്ടുണ്ടോ? നീ നിന്റെ പൊന്നാര മക്കൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുമ്പോൾ നീ ചിന്തിക്കണം, നിന്റെ ഉമ്മ നിനക്ക് ഇങ്ങനെ വാങ്ങി തന്നിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ എനിക്കെതിരെ ഒരു പെണ്ണ് നടന്നു വന്നാൽ ഞാൻ മലക്കൊന്നുമല്ല, ഞാൻ നോക്കും. എന്റെ കാര്യം പറയാം, ഞാൻ മലക്കൊന്നുമല്ലല്ലോ, മനുഷ്യനാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് ഓപ്പോസിറ്റ് ഒരു പെണ്ണ് വന്നാൽ യാദർശികമായിട്ട് വന്നാൽ ഞാൻ നോക്കും. ഏതൊരു മനുഷ്യനും നോക്കിപ്പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് നീ ഒരു അന്യ പെണ്ണിനെ കണ്ടാ നീ പെട്ടെന്ന് നിന്റെ കണ്ണ് താഴ്ത്തണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി. പെട്ടെന്ന് നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് പെട്ടെന്ന് വന്നു, യാദൃശികമായി പെട്ടെന്ന് നോക്കി, പെട്ടെന്ന് കണ്ണ് താഴ്ത്തി കളയണം. അത് അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമത്തെ ആ അറിയാതെയുള്ള നോട്ടം അള്ളാഹു പുറത്തു തരുമെന്ന അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഒന്നാമത്തെ നോട്ടം പുറത്തു തരുമെന്ന് പറഞ്ഞിട്ട് 1.5 നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അതങ്ങനെ ഉണ്ടല്ലോ ചില ബിരുദന്മാര്. അപ്പൊ ഒന്നാമത്തെ നോട്ടം കുഴപ്പമില്ല, എന്നാ പിന്നെ നല്ലതുപോലെ കാണാൻ നല്ലതിനർത്ഥം. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വൻപാപങ്ങൾ ഞാൻ വിചാരം ഇന്നത്തെ സാഹചര്യത്തിന്റെ അനുയോജ്യമായ കാര്യമായതുകൊണ്ട് മാത്രം പറഞ്ഞു. ഇന്ന് ഉമ്മാനെ പീഡിപ്പിക്കുന്ന മക്കളുടെ കാലം നിങ്ങളറിയാലോ. നമ്മുടെ കേരളത്തിൽ ഒരു ജില്ലയിലാണ് സ്വന്തം ഉമ്മാനെ ഒരു മകൻ പീഡിപ്പിച്ചത്. സ്വന്തം ഉമ്മാനെ പീഡിപ്പിച്ചു. അച്ഛൻ തന്നെ മകളെ പീഡിപ്പിക്കുന്നു. രണ്ടാനച്ഛൻ ഇന്ന് നാളത്തെ പത്രത്തിൽ കാണാം, രണ്ടാനച്ഛൻ 6 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു. ഇതാ അവസ്ഥ. എങ്ങനെ പീഡിപ്പിക്കാൻ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ വാപ്പയുടെയും ഉമ്മയുടെയും റൂമിൽ കടന്നു പോകണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതുപോലൊരു മതം ഉണ്ടോ? ഇതുപോലൊരു മതമുണ്ടോ? വീട്ടിൽ 6, 7, 8 വയസ്സുള്ള മക്കളുണ്ടെങ്കിൽ ആ മക്കള് വാപ്പയുടെയും ഉമ്മയുടെയും റൂമിൽ കിടക്കണമെങ്കിൽ പോയിട്ട് അനുവാദം ചോദിക്കണം, എന്നിട്ട് ബെഡ്റൂമിൽ കിടക്കാവൂ. 3 സമയം. 1 സുബഹിക്ക് മുമ്പുള്ള സമയം,
2 ളുഹറിന്റെ സമയം, ഉച്ച സമയം, 2 ഇശായിക്ക് ശേഷമുള്ള സമയം. ഈ സമയത്ത് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ ഓടി റൂമിൽ കയറി പോകരുത്. ചെന്ന് നിന്ന് അനുവാദം ചോദിക്കണമെന്ന് ഖുർആനാ പറഞ്ഞത്. കാരണം എന്തേ? രാവിലെ സുബഹിക്ക് മുമ്പുള്ള സമയം ഉമ്മായും വാപ്പായും നല്ല ഉറക്കത്തിലാ, ഔറത്ത് മുഴുവനും തുറന്നു കിടക്ക. 7 വയസ്സുള്ള മകൻ ബെഡ്റൂമിലേക്ക് ഓടി കയറി ചെന്ന ഉമ്മാടെ ഔറത്ത് തുറന്നു കിടക്കുന്നു. 7 വയസ്സുള്ള പൊന്നുമോൻ അത് കണ്ടാൽ അവന്റെ ഭാവിയിൽ അത് അവനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാണാൻ പാടില്ല. 8 വയസ്സുള്ള 9 വയസ്സുള്ള മകള് ബെഡ്റൂമിൽ ചെല്ലുമ്പോ വാപ്പ മുണ്ടില്ലാതെ കിടക്ക, ഉറക്കത്തില. വാപ്പാന്റെ ഔറത്ത് തന്റെ പൊന്നുമക്കള് കണ്ടാൽ, തന്റെ പൊന്നുമോള് കണ്ടാൽ അവളുടെ ജീവിതത്തിൽ അത് ബാധിക്കാൻ, ഭാവിയിൽ അത് തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണമാകും. അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കളുടെ ഔറത്ത് കണ്ടാലും ഒരു മക്കൾക്കൊന്നും തോന്നാറില്ല. സ്വന്തം മാതാപിതാക്കളുടെ ഔറത്ത് കണ്ട ഒരു കുഞ്ഞിനും ഒന്നും തോന്നാറില്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു കാണരുതെന്ന്. എന്നാൽ ഇന്ന് നമ്മുടെ വീട്ടിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ, ഒരുമിച്ചിരുന്നിട്ടല്ലേ നമ്മൾ ഇംഗ്ലീഷ് പടം കാണുന്നത്? പ്രായപൂർത്തിയാകാത്ത മക്കള് സ്വന്തം ഉമ്മാന്റെ ഔറത്ത് പോലും കാണരുത്, തന്റെ വാപ്പാന്റെ ഔറത്ത് പോലും കാണരുതെന്ന് ഖുർആൻ പറഞ്ഞു. ഇന്ന് നിങ്ങളോ? അല്ലാഹ് പല വീട്ടിലും വൈകുന്നേരം ചെന്നാ അരപ്പാപാടയിട്ട് ആടിക്കൊണ്ടിരിക്കുന്നത് വാപ്പയും ഉമ്മയും പ്രായപൂർത്തിയായ മക്കളും ഒരുമിച്ചിരുന്നാ കാണുന്നത്. പിന്നെ തല തിരിഞ്ഞില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്നാക്കേണ്ട സമയത്ത് നന്നാക്കണം മനുഷ്യ. അല്ലാതെ അവസാന കാലത്ത് ഉസ്താദെ തല്ലുന്നു, ഉസ്താദെ ചീത്ത വിളിക്കുന്നു, ഉസ്താദെ ഇറങ്ങി പോകാൻ പറയുന്നു, ഉസ്താദെ കണ്ണീരാ ഉസ്താദെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് നക്കേണ്ട സമയത്ത് നന്നാക്കേണ്ട സമയത്ത് നന്നാക്കണം, നോക്കേണ്ട സമയത്ത് നോക്കണം. മക്കളെ അദബ് പഠിപ്പിക്കണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രവാചകൻ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ, അള്ളാഹു പെടുത്തുമാറാകട്ടെ. പ്രവാചകൻ പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രവാചകൻ ദുആ ചെയ്തിട്ടുണ്ട്. ഏത് വാപ്പയാണെന്നറിയോ? ഏത് വാപ്പയാണെന്നറിയോ? തൻ്റെ മക്കളെ അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടി സൂക്ഷിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ നന്നാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു വടി എടുത്തു വെച്ചിട്ടുള്ള വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് പ്രവാചകൻ പറയുമ്പോൾ, അങ്ങനെ ഒരു വാപ്പ നമ്മുടെ വീട്ടിൽ. നിങ്ങളെ ചിന്തിക്ക്. ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോട് ചോദിക്കുക, നിങ്ങളെ മക്കളെ തല്ലുന്നതിന് വേണ്ടി വീട്ടിലൊരു വടിയെടുത്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. ആ മനുഷ്യനെ കാണാനുള്ള കൊതി കൊണ്ടാ. മക്കളെ തല്ലാൻ 5 പേരുണ്ട്. 1 2 3 4 5 പേര്. നിങ്ങൾ ആലോചിച്ച് നോക്കി. മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ പണ്ട് നിന്റെ വാപ്പ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഇവിടെ വന്നിരിക്കണേ. നിന്റെ വാപ്പ അറിയാം എവിടെയാണ് വടി ഇരിക്കുന്നത് എന്ന് മക്കൾക്കറിയാം. വാപ്പ തല്ലുന്ന വാപ്പയുടെ ചൂരലിരിക്കുന്നത് ഇന്ന സ്ഥലത്താണെന്ന് എനിക്കും നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ വാപ്പ നിന്നെ തല്ലി വളർത്തി. പക്ഷെ നീ നിന്റെ മക്കളെ തല്ലണില്ല. നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത് പഠിപ്പിക്കണില്ല. അതുകൊണ്ടാണ് മുടി വളർത്തിയിട്ട് നടക്കുന്ന 10 വയസ്സുകാരനോട് 12 വയസ്സുകാരനോട്, എടാ മുടി വെട്ടടാ. ഞാൻ വിട്ടൂല്ല ഉമ്മ, നിങ്ങളുടെ പണി നോക്കിക്ക്, ആരച്ചേക്ക്. ഓരോ മക്കളും ഓരോ മാതാപിതാക്കളും ഞാൻ പറഞ്ഞ കേക്കത്തിൽ കെണ്ണു കെട്ടിയവന്റെ കഥയല്ല. 12 13 വയസ്സുള്ള മക്കള് പടച്ചവനെ എന്താ പറയാ, ആദിവാസികൾ പോലും തോറ്റുപോകും, കാട്ടിയാദിക്കാര് പോലും തോറ്റുപോകുന്ന രീതിയിൽ മുടിയും വളർത്തിയിട്ട് നടക്കാൻ. ഇങ്ങനെ എന്താ അവനൊരു കാര്യം അറിയാം. എന്തെന്നറിയോ? നിങ്ങളുടെ മക്കൾക്കറിയാം ഉമ്മ കുറച്ചു നേരം കിടന്ന് കുരയ്ക്കും, അത്രയേ ഉള്ളൂ. മുടി വെട്ടാതെ വീട്ടിൽ കയറി പോയാ ഉമ്മ കുറച്ചു നേരം കിടന്നില്ല, ഭദ്രകാളി തുള്ളണ പോലെ തുള്ളും. അത് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. മക്കൾക്കറിയാം. അതുകൊണ്ട് അവനറിയാം ഉമ്മ ഇത്രേ ചെയ്യത്തുള്ളൂ, വാപ്പ ഇത്രേ പറയത്തുള്ളൂ എന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ അങ്ങനെ നടക്കും. എന്നാ ഇവ മുടിയും വെട്ടിയിട്ട് വീട്ടിൽ കയറി വരുമ്പോ കത്രിക എടുത്തിട്ട് നീ ഒരു വട്ടമെങ്കിലും ഒന്ന് വെട്ടിയിരുന്നെങ്കിൽ ഇവനിങ്ങനെ നടക്കുമായിരുന്നു.